ഈശ്വര കീലേരി. ഈശ്വര സർവ്വതും മംഗളമായി ഭവിക്കണേ. 8.5 രൂപയുടെ തേങ്ങയാ. മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഗണപതി ഹോമം കൊല്ലം ചക്കുവള്ളി ക്ഷേത്രത്തിലാണ് ഗണപതി ഹോമം നടത്തിയിരിക്കുന്നത്. വിശ്വാസികൾ കൂടി വരുന്നല്ലോ. ഏതായാലും മിത്വാദി ഇതറിയണ്ട. കാര്യം ചക്കുവള്ളി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഗണപതി ഹോമം നടത്തിയത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. അത് ആരാണ് നടത്തിയത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. ആരായാലും ശരി, ആരാധന മൂത്ത് ഗണപതി ഹോമത്തിന്റെ കരിപ്രസാദവും ധരിച്ച് വണ്ടിയുടെ മുന്നിലൊന്നും പോയി ചാടിയേക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിഘ്നങ്ങൾ ഒഴിയാൻ നിങ്ങൾ സ്വന്തം പേരിൽ ദിവസവും ഗണപതി ഹോമം നടത്തേണ്ടി വരും. വർണ്ണവിവേചനത്തിന്റെ ഈ മോഡലിനെതിരെ ആർക്കും ഒന്നും പ്രതികരിക്കാനില്ലേ എന്നാണ്. ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കറുപ്പായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ തൊലി പോലും ഈ വെള്ള പെയിന്റ് അടിച്ചിരിക്കുകയാണ്. മുടി മുതൽ കാൽപാദം വരെയും വെള്ളയടിച്ചിരിക്കുകയാണ്. ഇത് പ്രതിഷേധമല്ല, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഒരു കിറ്റ് വരുത്തിയ വിന യഥാർത്ഥ കോലത്തിൽ വീടിന് വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. തൊന്തരവെന്ന് താളം തെറ്റാതെ തുടരെ പറയാം. പക്ഷേ അത് പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് ആലോചിച്ച് പേടിച്ചിട്ട് മാത്രമാണ് പറയാത്തത്. ഭരചന്ദ്രൻ IPS ഡയലോഗ് ഡെലിവറി 250 തവണ ആവർത്തിച്ച് കണ്ടിട്ട് കീച്ചിയതാണെന്ന് തോന്നുന്നേയില്ല. അത്രയ്ക്ക് അസ്വാഭാവികമായിട്ടുണ്ട്. കൈയടിക്കാൻ തൊഴിലുറപ്പുകാരൊക്കെ ഉണ്ടല്ലോ. മനപ്പാഠമാക്കിയത് മൊത്തം അലക്കിയിട്ട് പോയാ മതി. ഓരോ പുൽക്കൊടിയിലും ഓലത്തും. ഇന്നത്തെ താരം ഇവരാരുമല്ല. പേരിലും പ്രവൃത്തിയിലും പ്രദർശനം വഹിക്കുന്ന, എഴുതാത്ത പരീക്ഷ പാസ്സായ, എല്ലാ നിലവാരവും സ്വായത്തമാക്കി അഭിനവ ശിവൻകുട്ടി എന്ന പദത്തിലേക്ക് ഉയർന്ന, 6 വേണ്ടി വന്നാൽ 7ാമത്തെ ഷോയും കാഴ്ചവെക്കാൻ വെമ്പൽ കൊള്ളുന്ന രാഷ്ട്രീയാധിപത്യത്തിലെ വെല്ലുവിളി രായ കീലേരി ആർഷോ. ബാനറുകളിലൂടെ പോസ്റ്ററുകളിലൂടെയൊക്കെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുക എന്നുള്ളത് അങ്ങേയറ്റം ജനാധിപത്യപരമായിട്ടുള്ള രീതിയാണ്, നിലയാണ്. കാലുകുത്തലിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത ജനാധിപത്യപരമായിട്ടുള്ള രീതി ബാനർ സ്ഥാപിക്കൽ. അതഴിച്ചാൽ അടുത്ത ജനാധിപത്യ രീതിയിലേക്ക് ഞങ്ങൾ കടക്കും. പോലീസുകാരെ ഭീഷണിപ്പെടുത്തൽ, ഗവർണറെ ചീത്ത വിളിക്കൽ മുതലായവയാണവ. പ്രകടനത്തിലെടുക്കുന്ന റിസ്ക് കണ്ടിട്ട് മുഖ്യ കസേരയാണ് ലക്ഷ്യമെന്ന് തോന്നുന്നു. ജനാധിപത്യപരമായ പ്രതിഷേധമുറകൾ എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയാൽ വിജയിക്കും. അക്ഷരത്തെറ്റില്ലാതെ ഇറക്കണേ. ഈ മുദ്രാവാക്യങ്ങളെ, രാഷ്ട്രീയ ചോദ്യങ്ങളെ ഈ വിധത്തിൽ ചാൻസലർ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള എന്തെല്ലാമൊക്കെയോ തകരാറുണ്ട് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയും. തകരാറുണ്ട്, മൊത്തത്തിൽ തകരാറുണ്ട്. രാഷ്ട്രീയ ചോദ്യങ്ങളെ ഭയപ്പെട്ടൊഴിഞ്ഞു മാറുകയും മുഖം തരാതിരിക്കുകയും സുരക്ഷ കൂട്ടിക്കൂട്ടി ശബരിമലയിലുള്ളതിൻ്റെ 5 ഇരട്ടി പോലീസിനെ ചുറ്റും നിരത്തുകയും ചെയ്യുന്നവരുടേതും ഇതേ തകരാറാണോ അതോ ഇതിനേക്കാൾ തീവ്രത കൂടിയതാണോ ഷഡ്ഷോ? ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ ഏറ്റവും നിലവാരത്തിലായിരിക്കണം ഞങ്ങളുടെ സമരരൂപങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ ഏറ്റവും നിലവാരത്തിലായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം ഉള്ളത് പറയാമല്ലോ. നിലവാരമുള്ള പ്രതിഷേധം കുറേ നാളുകൂടി കാണുന്നത് കഴിഞ്ഞ ദിവസമാണ്. ബാരിക്കേഡിൽ ചാടിക്കയറൽ, ധിക്കാരം, തരം താണ വെല്ലുവിളി, തെറി എന്ന് വേണ്ട ഗുണനിലവാര സൂചികയുടെ ഒരു മാതൃക തന്നെയായിരുന്നു അത്. കണ്ടു നിന്നവർക്ക് പുളകം കൊണ്ടിട്ട് ഗുണനിലവാരത്തിനുള്ള BIS സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ സ്വമേധയാ കൊടുത്തെന്നാണ് അറിഞ്ഞത്. അദ്ദേഹം ചെയ്യേണ്ടുന്ന രീതിയാണോ, അദ്ദേഹം പുലർത്തേണ്ടുന്ന മാന്യതയാണോ ഇന്ന് അദ്ദേഹം പുലർത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിനകത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യും എന്ന മുഖ്യ ഉറപ്പിലല്ലേ ഈശോ 41 ക്രിമിനൽ കേസുകൾ അലങ്കാരമാക്കി ജനാധിപത്യത്തെയും മാന്യതയും സമാധാനത്തെയും പറ്റിയൊക്കെ വാചാലനാകാനുള്ള
പിൻബലത്തിന്റെ ഉറവിടം ഏതാ? ഇരുട്ടിൽ ഇന്നലെ പുലർത്തിയ മാന്യത കേരളക്കര കണ്ടു. പുലർത്തി തളർന്നതിന്റെ ക്ഷീണവും മുഖത്ത് കാണാനുണ്ട്. ജനാധിപത്യപരമായ സമരങ്ങളെ, ജനാധിപത്യപരമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളെ ഇത്രമേൽ അദ്ദേഹം ഭയക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ്. അതെന്ന് എന്തിനാണ് ഇത്രയും പോലീസ് പ്രൊട്ടക്ഷൻ? ആരും ഒന്നും ചെയ്യില്ല. ഭയക്കാതെ കേരളത്തിലൂടെ യാത്ര ചെയ്യാൻ നേതാക്കളുടെ നേതാവിനോട് പറയൂ നേതാവേ. അല്ലെങ്കിൽ ഈ സമരത്തിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ളത് ഈ സംസ്ഥാനത്തിനകത്തെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥി ഇപ്പോഴും ഏത് കോഴ്സ്? രാജ്ഭവനകത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് രാജാവാണ് താൻ എന്ന ധാരണയാണ് അദ്ദേഹത്തിന്. രാജ്ഭവനിൽ ഇരുന്നാൽ രാജാവാകില്ല, അതിന് ക്ലിഫ് ഹൗസിൽ തന്നെ ഇരിക്കണം എന്നങ്ങോട്ട് തുറന്നു പറയാറ് ഷോയെ. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിനകത്ത്, ജനാധിപത്യ കേരളത്തിനകത്ത് ജനാധിപത്യ ചോദ്യങ്ങൾ ഉയരും, ജനാധിപത്യ സമരങ്ങൾ ഉയരും. എടോ കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുറയ്ക്കണ്ട. ജനാധിപത്യ കേരളത്തിനകത്ത് ജനാധിപത്യ രാജാവ് ഉയരും, ജനാധിപത്യ അഴിമതി ഉയരും. അതിനെതിരെ ജനാധിപത്യ ചോദ്യങ്ങൾ ഉയർന്നാൽ ജനാധിപത്യ അടിച്ചൊതുക്കലും ഉയരും. ഒരു പോലീസിന്റെയും സംരക്ഷണ കവചമില്ലാതെ ബഹുമാനപ്പെട്ട ചാൻസലർ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഒരു കല്ലും ഞങ്ങൾ എറിയില്ല. അദ്ദേഹത്തെ ഒരു തരത്തിലും ഞങ്ങൾ ആക്രമിക്കില്ല. ഞങ്ങളുടെ സമരം ജനാധിപത്യപരമായിരിക്കും. ജനാധിപത്യപരമായിട്ട് കാറിന്റെ ചില്ലിൽ അടിക്കുന്നത് എങ്ങാനും തടയാൻ ശ്രമിച്ചാൽ അതിപ്പോ പോലീസ് ആയാലും തെറി വിളിക്കും, അത് വേറെ കാര്യം. അക്രമം എന്താണെന്നറിയാത്ത വെള്ളരി പ്രാവുകളാണ് ഞങ്ങൾ. പറന്ന് കാഷ്ടിച്ച് നാറ്റിക്കാൻ മാത്രം അറിയാവുന്ന വെള്ളരി പ്രാവുകൾ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടിടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ.